വിശദമായ വാർത്തകളിലേക്ക്. പേടിഎം ഓൺലൈൻ ബാങ്കിംഗ് കമ്പനിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവ്. വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തും. വിവരങ്ങൾ വിഷ്ണു നൽകും. വിഷ്ണു, എപ്പോഴാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിന് ED ഉത്തരവ് ഇറക്കിയത്? മറ്റു വിവരങ്ങൾ? പ്രധാനമായും പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ അപ്ലിക്കേഷൻ പുറത്താക്കാൻ RBI തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനം വന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെയാണ് ഇപ്പോൾ പേടിഎം ഓൺലൈൻ ബാങ്കിംഗ് കമ്പനിക്കെതിരെയാണ് അന്വേഷണത്തിന് ഉത്തരവ്. വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് അന്വേഷണം നടത്തുക. വിവരങ്ങൾ വിഷ്ണു നൽകും. വിഷ്ണു, എന്താണ് വാർത്തയുടെ വിശദാംശം? പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ അഫിലിയേഷൻ റദ്ദാക്കാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനം വന്ന് 2 ആഴ്ചയ്ക്കുള്ളിലാണ് ഇപ്പോൾ പേടിഎം പേയ്മെന്റ് ബാങ്കിനെതിരെ ED അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമായും പേയ്മെന്റ് ബാങ്കിന്റെ മറവിൽ വിദേശത്ത് നിന്ന് ചട്ടം ലംഘിച്ച് പണം നിക്ഷേപം സ്വീകരിച്ചു എന്നതാണ് പേടിഎം നേരിടുന്ന ആരോപണം. ഫെമ എന്ന് പറയുന്ന വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചെന്നാണ് EDയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യം. മാത്രവുമല്ല, കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ഒരു ആരോപണവും പേയ്മെന്റ് ബാങ്ക് നേരിടുന്നുണ്ട്. നേരത്തെ ഈ മാസം അവസാനത്തോടു കൂടി ബാങ്കിംഗ് സേവനങ്ങൾ പേടിഎം പൂർണ്ണമായി നിർത്തണമെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിരുന്നു. ഇതിനുശേഷം, അതായത് ഈ മാസം 29-ന് ശേഷം നിക്ഷേപങ്ങൾ സ്വീകരിക്കാനോ വാലറ്റ് സേവനങ്ങൾ നൽകാനോ അതോടൊപ്പം തന്നെ ഫാസ്ടാഗ് സേവനങ്ങൾ നൽകാനോ പേടിഎമ്മിന് അവകാശമില്ല, അല്ലെങ്കിൽ അതിനുള്ള അധികാരമില്ല എന്ന് റിസർവ് ബാങ്ക് നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു നിരീക്ഷണം വന്നതിന് ശേഷം ഓഹരി വിപണിയിൽ പേടിഎം വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടവെയാണ് ഇപ്പോൾ EDയും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി, വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.